രാവിലെ എണീറ്റപ്പോൾ തോന്നി അല്ല കേട്ടോ, രാവിലെ എണീറ്റപ്പോൾ തോന്നിയല്ല, കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒന്ന് അമേരിക്ക വരെ പോകാമെന്ന്. നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് ബോർഡർ ഉള്ളത്. അപ്പോൾ ഒരു ഹാർഡ്ലി 20 minutes ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ. ബെല്ലിംഗ്ഹാമാണ് നമുക്ക് അടുത്തുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ ഓർത്തു എങ്കിൽ പോകാമെന്ന്. പക്ഷേ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും പ്രഷായിട്ട് ലീവ് കിട്ടിയില്ല. എന്തായാലും രാവിലെ ഒരുങ്ങിക്കെട്ടി നമ്മൾ ഓരോ ദിവസം ഫുൾ പോയി വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ നമ്മൾ ബോർഡറിൽ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഫോണും ക്യാമറയും ഒന്നും അലൗഡല്ല. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 8:30 ആയപ്പം ഇറങ്ങിയതാണ് കേട്ടോ. ആൻറ്റി അങ്കിളും അങ്ങോട്ട് വന്നു. എന്നിട്ട് ഞാൻ അവരുടെ കൂടെ കയറി രാവിലെ. അപ്പോൾ അങ്ങനെ നമ്മൾ ബോർഡറിൽ, ഇത് നമ്മുടെ കാനഡയിൽ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാനുള്ള ബോർഡറാണ്. ഞാൻ ഒരുപാട് കഥകൾ ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നില്ല. ഞാൻ വീഡിയോസിനൊന്നും ഇനിയിപ്പം ഓഡിയോ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എനിക്കിങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും കാനഡയിലെ പോലെ തന്നെ പ്രത്യേകിച്ച് അങ്ങനെ ചെറിയ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് ഡിഫറൻസൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ അമേരിക്കയുടെ ഫ്ലാഗ് കാണാം, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ഡയറി ഫാമുണ്ട് അവിടെ അവരുണ്ടാക്കുന്ന ഐസ്ക്രീംസും പാലും എല്ലാം, മുട്ടയും നമ്മുടെ കാനഡയെക്കാട്ടിലും കുറച്ചുകൂടെ വില കുറവുണ്ട് അവിടെ പാലും മുട്ടയൊക്കെ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് പാലോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം, മുട്ടയൊക്കെ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ നിർത്തി എനിക്ക് വീഡിയോ എടുക്കാനും പിന്നെ എന്നെ ഇവിടെയൊക്കെ കാണിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതൊക്കെ ഒന്ന് കണ്ടു, വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ കയറിയപ്പോഴാണ് നമ്മൾ അമേരിക്കയുടെ ഫ്ലാഗ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് പോവാട്ടോ. ലിൻഡൻ എന്ന് പറയുന്ന സ്ഥലമാണിത്. ഒരു ഡച്ച് ടൗൺ ആണ്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ ആ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അതുപോലെയല്ല, എന്നാലും ഞാനൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പം 2 സൈഡിലും നിറയെ മരങ്ങൾ വെച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു ഹയർ വേർഷൻ. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോകുമ്പം റോഡ് സൈഡിൽ ചെടികളൊക്കെ വെച്ചേക്കുന്നതായാലും കാനഡയെക്കാട്ടിലും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ പറയാനാണെങ്കിൽ ചെറിയ ഡിഫറൻസ് അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ പിന്നെ ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ചെടികളും പൂക്കളൊക്കെ കണ്ട ആൻറ്റിക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇവിടുന്ന് പിന്നെ നമ്മളോട് എല്ലാവരും പറഞ്ഞിട്ട് ഒരു ബൊഫേ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതും ഇന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ബൊഫേ. നമ്മൾ പോന്നപ്പോൾ തന്നെ പോകുന്ന വഴിക്കായിരുന്നു. വണ്ടർഫുൾ ബൊഫേ എന്നതിൻ്റെ പേരപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെ പോയി കഴിക്കാം എന്നൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഓരോന്നും ആൻറ്റി അമേരിക്കയിൽ കുറേ വർഷം വർക്ക് ചെയ്ത അതിൻ്റെ കഥകളും പിന്നെ വന്ന സമയം തൊട്ടുള്ള ഓരോരോ കഥകളെല്ലാം പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു. നമുക്കൊട്ടും ബോറിംഗ് അല്ല, അവർക്ക് പറയാൻ ഒരുപാട് കഥകൾ കേട്ടോണ്ടിരിക്കാൻ ഞാനും. അങ്ങനെ നമ്മൾ പിന്നെ ആദ്യം വന്നത് ഷോപ്പിങ്ങിന് TJ Maxx എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് മോളിലാണ്. അത് കഴിഞ്ഞ് നമുക്കിനി മേസിസിൽ പോകണം. പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ പോകാനുണ്ട്. പിന്നെ അവിടുത്തെ മോൾമാർട്ട് തമ്മിലുള്ള ഡിഫറൻസൊക്കെ ഒന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ എല്ലാം ഒന്ന് കാണാം.
അങ്ങനെ TJ Maxxിലും മൈസിസിലും അവിടെ എവിടെയും JCPenney അങ്ങനെ എന്തൊക്കെയോ കുറേ ഷോപ്സിലൊക്കെ കയറിയിട്ട് ആകെ തളർന്നു. ഇനി ഫുഡ് കഴിച്ചില്ലെങ്കിൽ താഴെ വീഴും. അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ തിരിച്ചു വന്നു വണ്ടർഫുൾ ബഫേയിലോട്ട്. ഇവിടെ നിന്ന് ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പറഞ്ഞു കേട്ടതേ ഉള്ളൂ നല്ലതാണെന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കയറിയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു സ്മെല്ലൊന്നും ആദ്യം ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പം നല്ല നമുക്കിങ്ങനെ ഭയങ്കര ക്രഞ്ചി ഫ്രഷ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് ഫുഡിനെ കുറിച്ച് പറയാൻ എനിക്ക് നല്ല ഇഷ്ടമായി. $16.99 അപ്പം എനിക്കൊന്ന് 25 ഒക്കെ ആയിരിക്കും കനേഡിയൻ വരുന്നതെന്ന്. അപ്പോൾ എക്സാക്റ്റ് അറിയില്ല, അങ്ങനെ അത്രയൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ പതുക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എനിക്ക് മഷ്റൂം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫ്രൂട്ട്സ്, പൈനാപ്പിൾ ഇവിടുത്തെ അത്ര മധുരമൊന്നുമില്ല. പിന്നെ സുഷി ഞാൻ എനിക്ക് അത്ര ഭയങ്കര പ്രിയമുള്ള ഒരു സാധനമൊന്നും അല്ല. ഈ മധുരമുള്ള ചിക്കൻ, ഇങ്ങനെ സ്വീറ്റ് ഹണി ഗാർലിക്കൊക്കെ ചേർത്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫിഷ് പ്രോൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ ട്രൈ ചെയ്തു. പിന്നെ സ്വീറ്റ്സ്, ഈ ജെല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരിഞ്ഞു പോലും നോക്കാറില്ല. പിന്നെ കഴിച്ചത് കേക്ക് കഴിച്ചു. ചോക്ലേറ്റ് കേക്ക് മാത്രം ഞാൻ കഴിച്ചു, കുക്കീസ് ഒന്നും കഴിച്ചില്ല. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഫുഡുണ്ട്. പിന്നെ അത് മോശമല്ല, ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫോർച്യൂൺ കുക്കീസും ബില്ലും ഒക്കെ വന്നു. പിന്നെ അതൊക്കെ പൊട്ടിച്ചൊരു രസം. എല്ലാവരെയും ഫോർച്യൂൺ കുക്കി എന്താ പറയുന്നതെന്നൊക്കെ നോക്കി. എനിക്കും ആൻറ്റിക്കും സെയിമാണ് കിട്ടിയത്, അങ്കിളിന് വേറെ എന്തോ കിട്ടിയത്. നല്ല സൂപ്പൊക്കെ ആയിരുന്നു കേട്ടോ, സൂപ്പും അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അനങ്ങാൻ വയ്യ. കാരണം നമുക്ക് 90 മിനിറ്റ്സ് ആ ഒരു സമയം തരുന്നത്. പതുക്കെ ഇരുന്ന് കഴിക്കാൻ ബുഫേ ആയ കാരണം നമ്മൾ പതുക്കെ ഇരുന്ന് ഇങ്ങനെ കഴിച്ച് ഒരു പരുവമായി. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫോണെല്ലാം എയർപ്ലെയിൻ മോഡായതുകൊണ്ട് എനിക്ക് അന്നേരം ഒന്നും വിളിക്കാനും പറയാനും ഒന്നും പറ്റിയില്ല. അപ്പോൾ ബ്രഷ് ഇട്ടത് കാരണം ഒത്തിരി താമസിച്ചു നമ്മൾ വരാനായിട്ടേ. അങ്ങനെ കാരണം നമുക്ക് ഈ ഷോപ്പിംഗ് മാളുകൾ അവിടെ ഇവിടെ എല്ലാം കയറി നടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അത് കഴിഞ്ഞിട്ട് ബില്ലൊക്കെ പേ ചെയ്തു. അതിന് ശേഷം നമ്മൾ വാൾമാർട്ടിലൊന്ന് പോകണമായിരുന്നു. വാൾമാർട്ടിൽ നിന്ന് പാലും മുട്ടയും പിന്നെ ആൻറ്റിക്ക് നെയിൽ പോളിഷൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വരുമ്പോൾ തൊട്ട് എല്ലാ ഷോപ്പിലും നോക്കി, പക്ഷെ നമ്മൾ വിചാരിച്ച പോലുള്ള ഒരെണ്ണം കിട്ടിയില്ല. പിന്നെ നമ്മൾ വാൾമാർട്ടിലും റോസിലും ഒക്കെ പോയി. അപ്പോൾ കുറേ ഷോപ്പിംഗ് ഒക്കെ നടത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ ആദ്യമായിട്ട് ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് എൻ്റെ ഫസ്റ്റ് ടൈം അമേരിക്കയിൽ പോയപ്പം ഇനി എന്നും ഓർക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റ് ഈ ഒരു കാൽവിൻ ക്ലൈൻ്റെ ബാഗാണ്. അങ്കിളും ആൻറ്റി എനിക്ക് മേടിച്ചു തന്നത്. അപ്പോൾ അതിൽ ഞാൻ സോ ഹാപ്പി. എനിക്കിനി എന്നും എൻ്റെ അമേരിക്കൻ യാത്രയുടെ ഓർമ്മയിൽ ആദ്യമായിട്ട് ഞാൻ അമേരിക്കൻ വാങ്ങിച്ച സാധനം, എനിക്ക് കിട്ടിയ സാധനം എന്നുള്ളൊരിതിൽ എന്നും ഉണ്ടാവും ഈ ഒരു ബാഗ്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ടാറ്റാ ബൈ, സീ യു.